ഗൈസ് നമ്മൾ പിന്നെയും സ്റ്റെഫിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഇത് സ്റ്റെഫിൻ്റെ ട്രീറ്റാണ്. സ്റ്റെഫിൻ ജോലി കിട്ടിയ സ്ഥലത്തിൻ്റെ ഒക്കെ പേര് പറ. ഇന്നോവേഷൻ ഇൻക്യുബേറ്റർ. കേൾക്കത്തില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഇന്നോവേഷൻ ഇൻക്യുബേറ്റർ. ഇത് ഇൻക്യുബേറ്റർ അകത്തൊക്കെയാണ് പറയുന്നത്. ആൻഡ് വിസ്മേനെ കണ്ടിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് എപ്പോഴാണ് കണ്ടത്? എനിക്ക് യെസ്, അതിൻ്റെ വ്ളോഗ് ഞാൻ ഇടും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിടുന്നത്, അല്ലെങ്കിൽ ഇതാദ്യം ഇടും. അപ്പം ഞങ്ങളിപ്പോൾ ടർഫ് കഫേയിലാണ്. അതിൻ്റെ സമയം എത്ര മണിയായി? 6 മണി, 6:10 യെസ്. ഞാൻ ടർഫ് കഫേ. ആംബിയൻസ് ഇസ് ഗുഡ് അക്കോർഡിംഗ് ടു സ്റ്റെഫിൻ. ഭയങ്കര റേറ്റ്. എനിക്കൊരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനാണ് ഇവർ ഡയറി അടിക്കുന്നത്. ഓ, എൻ്റെ സ്കൂളിലെ ചേച്ചിയാണ്. ഞാൻ മിണ്ടണോ പോയി? ഞങ്ങളുടെ സ്കൂളിലെ ചേച്ചി കണ്ടു. ഓക്കെ, മിണ്ടാൻ ഭയങ്കര മടി, എന്താണെന്ന് അറിയത്തില്ല. ആ ചേട്ടനോടൊന്നും ചേച്ചി രഹസ്യമായിട്ട് പറയുന്നത് സ്കൂളിലെ ചേച്ചിയെ കണ്ട്. ഇനി വിസ്മയ എന്തെങ്കിലുമൊക്കെ പറയാം. വിസ്മയ എന്താ പറയാൻ? സുഖം സുഖം മാത്രം. വിസ്മയ ഇപ്പം കാണാൻ ഗ്ലോപ്പായി വരുന്നു. ഇത് മെഹന്തി കാണിച്ചില്ല, ചുമ്മാ ഇട്ടതാണോ? കണ്ടായിരുന്നു. സ്റ്റെഫിൻ്റെ കോമഡി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വിസ്മയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. സ്റ്റെഫിന് ഞങ്ങൾക്ക് ട്രീറ്റ് തരാണ്. നീ വിസ്മയുടെ വീട് ഒരു കള്ള് കുടിക്കുന്ന പറ്റിയൊക്കെ സംസാരിക്കുന്ന ഗൈസ്. പന്ന പിള്ളേരായവർ. ഞങ്ങൾക്ക് ഇപ്പോഴും മെനു നോക്കി തീർന്നിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റെഫിൻ ഇതിൻ്റെ അകത്ത് QR ഒക്കെ സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. വിസ്മയ്ക്ക് ദേഷ്യം വരുന്നത്, വിസ്മയ്ക്ക് വീട്ടിൽ പോകണം. വിസ്മയ്ക്ക് സ്നേഹേ ഇല്ല. സ്റ്റെഫിൻ്റെ ഗേൾ ഫ്രണ്ട് വിളിക്കുന്നു. സ്റ്റെഫിൻ്റെ സന്തോഷം കണ്ടോ? ഈ സ്റ്റെഫിൻ്റെ ബ്ലഷിങ് കണ്ട നമ്മുടെ ഫ്രണ്ടിൽ അവൻ ടഫ് ആവുന്നു. അല്ലേ വാവച്ചി എന്നൊക്കെ പറയായിരിക്കും സ്റ്റെഫിൻ. കണ്ട പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കണ്ട. വിസ്മയ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ. വിസ്മയ നിനക്ക് എന്ത് തോന്നുന്നു അവൻ്റെ നാണം കണ്ടിട്ട്? നല്ല രീതി സംസാരിക്കും സ്റ്റെഫൻ. ഒരു അതൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കാതെ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മെസ്സേജ് ഇട്ടാൽ മതി. ടെസ്റ്റ് ഇട്ടാൽ ടെസ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കുന്നത് ആരാ? എന്താ സ്റ്റെഫിൻ? സ്റ്റെഫിൻ ഇപ്പൊ പൊട്ടൻ്റെ തൊട്ടൊക്കെ അഭിനയിക്കുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൽ. എന്താ സ്റ്റെഫിൻ? ടെക്സ്റ്റ് ചെയ്തിരുന്നു കൊച്ചു വെച്ചാൻ തോന്നുന്നു. ടെക്സ്റ്റ് ചെയ്യാൻ. ഓ അങ്ങനെ. ഞാൻ ടെസ്റ്റ് മെസ്സേജ് നമ്മളെ ടെസ്റ്റ് മെസ്സേജ് അത് എന്താ? ആരാ സ്റ്റെഫിൻ? പറ. മൈൻഡ് ചെയ്തില്ലെന്ന് അല്ല. ആരായിരുന്നു അത്? എന്ത് ആരായിരുന്നു? തെരി വിളിക്കുന്ന സ്റ്റെഫിൻ മനസ്സിലായി. പിന്നെ സ്റ്റെഫിൻ എന്തായിരുന്നു അവൻ പറഞ്ഞ ഡയലോഗ്? വിസ്മയ സ്റ്റെഫിൻ സെറ്റ് ആകത്തില്ല. സ്റ്റെഫിന് ടെൻഷനായി. എന്താന്ന് വിസ്മയ ഈ സാധനത്തിന് പൂന്നൊക്കെ പറയുന്നത്. ഇവരെല്ലാം വാക്ക് മാറ്റി പറയുന്ന ആൾക്കാരാണ്. വിസ്മയ കഴിച്ചിട്ട് പറയാം. ഞങ്ങളിവിടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ പുകയൊക്കെ വന്നോണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് വിസ്മയ? ഇതിന്റെ പേര് പറ വിസ്മയ. പേര് സ്പൈസിയാണ് ഇത്. സ്പൈസി അല്ല, വൈറ്റ് സോസ് അല്ലേ? ടേസ്റ്റ് പറ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വിസ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റെഫിൻ ഇനിയും പറ. അടുത്ത സ്റ്റെഫിൻ. എനിക്ക് ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ഓർഡർ ചെയ്തത്? അത്ര കഴിക്കാൻ പറ്റാത്ത കുഴപ്പമില്ല. നല്ല ഇനി സ്റ്റെഫിൻ കഴിച്ചിട്ട് വരാം. പൊള്ളി എങ്ങനെയുണ്ട്? സ്റ്റെഫിൻ പ്രൊമോഷൻ ചെയ്യുക.
ഇത് പിക്കുണ്ട്. പിക്കൽ എന്നൊക്കെ പറയുന്നു. എടാ അത് മഷ്റൂം ആടാ. എങ്ങനെയുണ്ട്? കഴിച്ച് ഇറ്റ്സ് ഗുഡ് റൈറ്റ്? ഞങ്ങളെല്ലാവരുടെ നാക്ക് പൊള്ളി. കൊള്ളാല്ലേ? യെസ്, ഞങ്ങളുടെ നാക്കെല്ലാം പൊള്ളിയിട്ടുണ്ട്. എൻ്റെ പൊള്ളി. ഇറ്റ്സ് ഗുഡ്. എൻ്റെ പൊള്ളി, വിസ്മയുടെയും പൊള്ളി. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ബർഗർ കട്ട് ചെയ്യാൻ നോക്കുക. സ്റ്റെഫിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വേണ്ട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി എന്നാണ് സ്റ്റെഫിൻ പറയുന്നത്. ഇതൊക്കെയാണല്ലോ എനിക്ക് സ്പൈസി. എനിക്ക് മാത്രം വേണം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു മാതിരി വിസ്മയ ഇങ്ങനെ ഡിസ്കസ്റ്റഡ് ആയിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ഫോറായിട്ട് വിളിച്ചോ? എങ്ങനെയൊക്കെ എടുത്തോ? ട്രൈ ഏതെങ്കിലും ട്രൈ ചെയ്യ്. ടേസ്റ്റ് ടെസ്റ്റ്. കരിഞ്ഞ സ്മെല്ലൊക്കെ ആയിരുന്നു എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന്. കഴിച്ചു നോക്ക്, എങ്ങനെ ഉണ്ട്? എങ്ങനെയുണ്ട്? വിസ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. സ്റ്റെഫിൻ്റെ നോക്കാം. എങ്ങനെയുണ്ട്? കണ്ണൊക്കെ അടച്ച് ഷോ കാണിക്കുന്ന ആർക്കറിയാം. കൊള്ളത്തില്ലായിരിക്കും. ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടായിരിക്കും. കരിഞ്ഞ ടേസ്റ്റ്. അതാ അവനെ കരിഞ്ഞിരിക്കുകയാണ്. അവരുടെ അടുത്ത് പറയാൻ കരിഞ്ഞിരിക്കുകയെന്ന്. കരിഞ്ഞിരിക്കുന്നു. എനിക്ക് സ്മെല്ല് വരുന്നുണ്ട്. പറ ഫുഡിൻ്റെ റിവ്യൂ. ഒറിജിനൽ റിവ്യൂ പറയണം. ഞാൻ മേടിച്ച ബർഗർ ഇതൊരു സ്മാഷ് പാറ്റി ബർഗർ. ദാറ്റ് വാസ് റിയലി ഗുഡ്. ദാറ്റ് വാസ് ഓക്കേ. ബാർബിക്യൂ ചിക്കൻ ലൈക്ക് ആൻഡ് സോസ് ആൻഡ് കരിഞ്ഞ സ്മെൽ ടേസ്റ്റ് ആൻഡ് ദിസ് തിങ് വാസ് ഓക്കേ. ലൈക്ക് ഹെവി ആണ്. 8 ഔട്ട് ഓഫ്. ഒരാൾക്ക് തന്നെ ഇരുന്ന് ഇതിന് ചേർക്കാൻ പറ്റത്തില്ല. യാ ട്രൂ. വിസ്മയ പറ. ഈ പാസ്ത തുടക്കത്തിൽ കഴിച്ചിട്ട് സുഖമില്ല, പിന്നെ കഴിച്ചിട്ട് കൊള്ളാം. ആ പിന്നെ സ്മാഷ് ബർഗർ അത് കുഴപ്പമില്ല. ഒരു കരിഞ്ഞ ടേസ്റ്റ്. വിശപ്പില്ലാണ്ട് വലിയൊരു കോളിംഗ് ഇല്ല. ഓക്കെ, അപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ സ്റ്റാഫ് റിവ്യൂ ഒക്കെ ചോദിച്ചിരിക്കുന്നു. ഞാൻ ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന അവർ കേട്ടു. അയാൾ പെട്ടെന്ന് ഓടി വന്നു. ഇങ്ങനെ ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്നത്. അല്ല, ആംബിയൻസ് ഒക്കെയാ. ഫുഡ് റേറ്റിനൊന്നും കൊള്ളില്ല. സ്റ്റെപ്പിനപ്പത്തേക്ക് തുടങ്ങി. ഞാനൊരു ഓണസ്റ്റ് റിവ്യൂ പഴയട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങി. ഞാൻ പ്രസംഗം തുടങ്ങുമെന്ന്. പക്ഷെ ഓവറോൾ ഇറ്റ് വാസ് ഫൈൻ. വിസ്മയ 5 ഔട്ട് ഓഫ് 10 ആയിരുന്നു. ഞാൻ 6, 7 പറയുന്നുണ്ട്. യെസ്, ഞാൻ ഇതിൽ മനസ്സാക്ഷിയുള്ള ആളാണ്. ഓക്കെ, എനിക്കോ? മൈൻഡ് ചെയ്തവരായിരുന്നു. ഫോട്ടോ എടുക്കാം. ഇങ്ങനെയൊക്കെയോ കുറേ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം വിസ്മയ പോയി. വിസ്മയ ഭയങ്കര തിരക്കിലായിരുന്നു. ഞാൻ സ്റ്റെഫിന് ഇപ്പോൾ ഫ്രൂട്ട് ബേ ആണ്. സ്റ്റെഫിന് ഫ്രൂട്ട് ബേയിൽ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. അല്ല സ്റ്റെഫിൻ? വിസ്മയനെ മിസ് ചെയ്യുന്ന ഫ്രൂട്ട് ബേ. ഒരു ഡ്രിങ്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു എറ്റേണിറ്റി ലോങ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഈ ഞങ്ങളൊക്കെയാണ് കരിയർ ചൂസ് ചെയ്യുന്നത് 2 മിനിറ്റിൽ. സ്റ്റെഫിനോട് വരെ മിണ്ടാതിരുന്നോണേ, അവിടുത്തെ കുട്ടി ഇവിടെ ഡ്രാമ കാണിക്കില്ലെന്ന്. ഒറ്റടി കൂടിയാണ്. ഇത് ഞാൻ സ്മെൽ ചെയ്ത് നോക്കി. ഇത് ഓറഞ്ച് ആണ് മാറ്റിയത്. അപ്പം ഷോർട്ടായിട്ട് കുടിക്കണമെങ്കിൽ ഞാൻ ഇതെന്താണ് വാട്ടർ മെലൺ. എൻ്റെ കമൻട്രി പറയട്ടെ, നമ്മൾ ഇറക്കി വിടുള്ളൂ. അതൊക്കെ വാട്ടർ ലോക്ക് ചെയ്തു. നെക്സ്റ്റ് പകുതി ഓറഞ്ച് കുടിച്ചോ? ഹാഫ് കുടിച്ചിട്ട് സ്റ്റെഫിന് ഓറഞ്ച് ഫ്രൈ ചെയ്യാണ്. ചിരിച്ചോണ്ടിരിക്കുന്ന സ്റ്റെഫിന് ഇഷ്ടപ്പെട്ടില്ല. ഓറഞ്ച് ഇഷ്ടമെന്ന് പറഞ്ഞു. ചിലപ്പം ഓറഞ്ചിന് തൊലി. സ്റ്റെഫിൻ പറയുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അതെനിക്കും തോന്നുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. നെക്സ്റ്റ് സ്റ്റെഫിൻ കുടിച്ചിട്ട് ഞാൻ കുടിക്കത്തുള്ളൂന്നില്ല. വാട്ടർമെലൺ വാസ് നൈസ്. അത് നല്ലതായിരുന്നു. അഴുകിയതാണെങ്കിൽ നല്ലതായിരുന്നു. നെക്സ്റ്റ് ഗ്രേപ്സ്. എക്സ്പ്രഷൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇത് അഴുകിയ ഗ്രേപ്സ്. ചേട്ടാ ഇതെല്ലാം അവരുടെ വേസ്റ്റ് ഉള്ളത് ഫ്രൂട്ട്സ് ആണ് ഇതായിരുന്നു. ഓക്കെ ലാസ്റ്റ് പൈനാപ്പിൾ. പൈനാപ്പിൾ ടേസ്റ്റ് നല്ലതാണ്. എനിക്കിതുണ്ട് ഷെഫിൻ്റെ ഇതിൻ്റെ എനർജി ബൂസ്റ്റർ ജ്യൂസുണ്ട്. ഇത് കുറച്ച് കുടിച്ചിട്ട് എനിക്ക് താഴത്ത് വെള്ളം മതി. ഇഷ്ടപ്പെട്ട ഞാൻ പറയാം ഇതെല്ലാം ഇവരുടെ അഴുകിയ ഫ്രൂട്ട്സ് അവർ ചതിച്ച് വെള്ളത്തിലാക്കി തരുന്നതാണ്. ഡോണ്ട് ഡ്രിങ്ക് ആവശ്യമില്ല. യെസ് ഞാൻ ഫസ്റ്റ് ടൈം ഫ്രൂട്ട് പോയില്ല, അതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിൻ്റെ സ്റ്റെഫിൻ എന്നെ ഫോൺ ചെയ്തില്ല. സ്റ്റെഫിൻ ലൈക്ക് നല്ലയാ കുടിച്ചു നോക്കി. ഇതിന് ഏത് എന്നിട്ട് വൃത്തിയുടെ ഓറഞ്ചും ഫൈനായിരുന്നു. ഇത് നല്ലത്. സ്റ്റെഫിൻ പറയുന്നത് ഗ്രേപ്പ് ഫസ്റ്റ്. ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട് സ്റ്റെഫിൻ? ഇത് എനർജി സംതിങ് ഭയങ്കര ടേസ്റ്റിയാണ്. സംതിങ് എനർജി ഇഞ്ചി നാരങ്ങയാണോ? ആക്ച്വലി അതെ ഇഞ്ചി നാരങ്ങയാണോ? ഇതിന് ക്യാരറ്റൊക്കെ ഇടുന്നൊക്കെ സ്റ്റെഫിൻ പറയുന്നത്. അതാ വീട്ടിലെൻ്റെ അമ്മ ഉണ്ടാക്കും. ഇത്രയും പൈസ കൊടുത്ത് ഇവിടുന്ന് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് ദാഹിച്ചോണ്ട് കയറിയതാ. ഇതെന്തായിരുന്നു? ഇതിൻ്റെ ഫോട്ടോ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഫോട്ടോ കാണിച്ചു ഇതാണ് വോഫിൾ ചോക്ലേറ്റ്. വോഫിൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാവേ. ഫോട്ടോ കാണിച്ച് ഇതാണ് ഇതിൻ്റെ ഫോട്ടോ. അതാണോ ഒന്നാമത്? പക്ഷെ അങ്ങനെ ട്രൈ കളർ ഒന്നും ആയിട്ട് എനിക്കിത് തോന്നുന്നില്ല കാര്യം. ആയതുവേ ഇത് ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇത് തൊടുമ്പോൾ തന്നെ ഇത് ഒഴുകി വരുന്നു. ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി. സ്റ്റെഫിന് ഇത് ടേസ്റ്റ് ചെയ്ത് എന്തിൻ്റെ ഓർമ്മ വരുന്നു? ചോക്ലേറ്റിൻ്റെ ഓർമ്മയാണ് സ്റ്റെഫിന്. ടോബ്ലർ അതിൻ്റെ ഓർമ്മ വരുന്നത്. ഞങ്ങൾ ടോബ്ലർ കണ്ട ആൾക്കാർക്ക് അന്ത വിട്ട് നോക്കാം. ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ കഴിച്ചതിൽ ഇതാണ് നല്ലത്. അപ്പുറത്തെ ചേട്ടന്മാരൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഹെൽത്തി ഡ്രിങ്ക്. ജിഞ്ചർ ലെമൺ ലൈം കളറിലുണ്ട്. ക്യാരറ്റ് ബീട്രൂട്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. ക്യാരറ്റാന്ന് ചുമന്നിരിക്കുന്നത് ഫുഡ് കളറാന്ന് തോന്നുന്നു. ഓക്കെ സോ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. ഓക്കെ ഞങ്ങൾ ബാക്കിൽ നിന്ന് ലൈറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഇനിയും ഫ്രൂട്ട് ബേയുടെ ഫ്രണ്ടിൽ നിൽക്കുക. ഇനി അറിയില്ല ഞങ്ങളൊക്കെ എപ്പോൾ കാണും. വിസ്മയാണ് ട്രാൻഡറ്റുണ്ടായിട്ട് ഞാൻ കാണാൻ പറ്റില്ല. എനിക്കറിയില്ല. ജൂണിലൊക്കെ കാണാമെന്നൊക്കെ പറയുന്നു. ഹൂ നോസ്. വേണമെങ്കിൽ ഞങ്ങൾക്ക് 2 മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങളെല്ലാവരും കാണാൻ പറ്റും. യാ ഓക്കെ സോ അൻറ്റിൽ നെക്സ്റ്റ് ടൈം ടാറ്റാ.